ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. 5 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനായാണ് യോഗം. സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷനാകും. 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം കെ.എൻ. ഹരിലാൽ ചെയർമാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവർ അംഗങ്ങളുമാണ്. 2 വർഷത്തെ കാലാവധിയാണ് കമ്മീഷനുള്ളത്. പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ധനസ്ഥിതി അവലോകനം ചെയ്ത് കമ്മീഷൻ ശുപാർശ സമർപ്പിക്കും. ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാനായി ഇനി മുതൽ നീല നിറത്തിലുള്ള പ്രത്യേക കവറുകളിൽ നൽകണമെന്ന് മന്ത്രി വീണ ജോർജ്. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആദ്യഘട്ടമായി 50,000 നീല കവറുകൾ തയ്യാറാക്കി സംസ്ഥാനത്തെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകൾക്ക് നൽകും. പിന്നീട് അതേ മാതൃകയിൽ അതത് മെഡിക്കൽ സ്റ്റോറുകൾ കവറുകൾ തയ്യാറാക്കി അതിൽ ആന്റിബയോട്ടിക് നൽകണം. സർക്കാർ തലത്തിലെ ഫാർമസികൾക്കും ഇതേപോലെ നീല കവറുകൾ നൽകുന്നതാണ്. കൃത്യമായ നിയമ നയരൂപീകരണത്തിലൂടെ മലയാള സിനിമ സീരിയൽ രംഗത്തെ പൂർണ്ണമായും സ്ത്രീ സൌഹൃദമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൌകര്യം പ്രദാനം ചെയ്യാൻ തിരുവനന്തപുരം നഗരത്തിലെ കൈരളി ശ്രീ നിള തിയേറ്റർ കോംപ്ലക്സിൽ ഒരുക്കിയ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ സംരംഭമായ സഖി ഡോർമിറ്ററിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ സൌഹൃദ തൊഴിലിടത്തോടൊപ്പം ശാക്തീകരണവും സിനിമാ രംഗത്ത് നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 4 പുതിയ സർക്കാർ ITIകൾ ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. നേമം മണ്ഡലത്തിലെ ചാല, ഒല്ലൂർ മണ്ഡലത്തിലെ പീച്ചി, തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി, തവനൂർ മണ്ഡലത്തിലെ എടപ്പാൾ എന്നിവിടങ്ങളിലാണ് ITIകൾ ആരംഭിക്കുക. സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായ പ്രവർത്തനമാണ് സഹകരണ മേഖലയുടേതെന്നും സഹകാരികളാണ് സഹകരണ മേഖലയുടെ യഥാർത്ഥ ഉടമകളെന്നും മന്ത്രി VN വാസവൻ. സഹകരണ മേഖലയുടെ കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മനോഭാവം ജീവനക്കാർക്ക് ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് മുഖേന പുതിയതായി നിയമനം ലഭിക്കുന്ന ജൂനിയർ ക്ലർക്കുമാർക്കുള്ള ഇൻഡക്ഷൻ ട്രെയിനിംഗ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള നിയമന ഉത്തരവും മന്ത്രി കൈമാറി. സംസ്ഥാനത്തെ ഹാരിസൺസ് മലയാളം പ്ലാന്റേഷനുകളിൽ ബോണസ് തർക്കം പരിഹരിച്ചു. തൊഴിലാളികൾക്ക് 8.33% തുക ബോണസും 0.77% തുക എക്സ് ഗ്രേഷ്യയുമായും നൽകുന്നതിന് തീരുമാനമായി. ലേബർ കമ്മീഷണറേറ്റിൽ ചേർന്ന തൊഴിലാളി തൊഴിലുടമ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. മലയാളത്തിലുള്ള വിവരാവകാശ അപേക്ഷകൾക്ക് മലയാളത്തിൽ തന്നെ മറുപടി നൽകണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ ഹക്കീം അഭിപ്രായപ്പെട്ടു. അഴിമതിയിൽ നിന്ന് ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള സുപ്രധാന നിയമമാണ് വിവരാവകാശ നിയമമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കേരള മീഡിയ അക്കാദമിയിൽ മാധ്യമ വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഉപജീവനോപാധി കൂടി ലഭ്യമാക്കുന്ന രീതിയിൽ ജനോപകാരപ്രദമായ ഇടങ്ങളാക്കി കണ്ടൽക്കാടുകളെ മാറ്റണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പിന്റെയും വന ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും വൈൽഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കണ്ടൽ മേഖലയിലെ ഉപജീവന സാധ്യതകളും സാമൂഹ്യാധിഷ്ഠിത സുസ്ഥിര ടൂറിസവും എന്ന വിഷയത്തിലെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ടൽ പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. 2024 ജൂലൈ 1 മുതൽ 2027 മാർച്ച് 31 വരെ വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതിനായി KSEB സമർപ്പിച്ച ശുപാർശകളിന്മേൽ തിരുവനന്തപുരം ജില്ലയിൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. ഉപഭോക്താക്കളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കരുതെന്നും പകരം KSEBയുടെ ചെലവ് ചുരുക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങൾ ആരായണമെന്നും തെളിവെടുപ്പിൽ പങ്കെടുത്തവർ പറഞ്ഞു. സംസ്ഥാനത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 55,506 പട്ടികവർഗ്ഗക്കാർക്ക് 1,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനമായി നൽകും. ഇതിന് 5,55,06,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. പ്രമുഖ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററെയും കൂടിയാട്ട കലയുടെ ആഗോള അംഗീകാരത്തിനായി പ്രവർത്തിച്ച വേണുജിയെയും ആജീവനാന്ത സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ വയോസേവന പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. മന്ത്രി R ബിന്ദുവാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. പുരുഷന്മാരുടെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ന് മലേഷ്യയെ 8-1 ഇന്ത്യ തകർത്തത്. ഓണത്തോട് അനുബന്ധിച്ച് പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.